ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. രാമായണ പാർട്ട് 1 സിനിമയുടെ ഒരു ഇൻട്രോ. കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ കരുതി കുറെ നേരം നിന്നു. വന്നു ഇപ്പൊ അതെ. ഓക്കെ, എന്തായാലും രൺബീർ കപൂർ നായകനാവുന്ന സിനിമ. രൺബീർ ആണ് ഇതിൽ രാമനായി വരുന്നത്. സീതയായി എത്തുന്നത് നമ്മുടെ സായി പല്ലവിയാണ്. രാവണനായി എത്തുന്നത് യശാണ്. ഓക്കെ, നിതേഷ് തിവാരി സംവിധാനം ചെയ്യുന്ന സിനിമ. കാണാം. ആദ്യം അതിന്റെ ടീസർ ഒന്ന് കാണാം, എന്നിട്ട് മതി ബാക്കി. ഇൻട്രോ, ടൈറ്റിൽ ഇൻട്രോ എന്നല്ലേ? അങ്ങനെ എന്തോ എന്തൊക്കെയാണ് നോക്കാം. ബ്രഹ്മാവ്, വിഷ്ണു, ശിവ, എല്ലാത്തിനും ഇല്ലാതാക്കുന്നത്. ബട്ട് the war to end all wars began. 5000 വർഷം കുഴപ്പം. സ്റ്റോറി ഓഫ് രാമ vs രാവണ. ഇങ്ങനെ കാണിക്കുന്നില്ലേ? രാമധർമ്മ സാക്രിഫൈസ്. ഭയങ്കര ഇതാ ലക്ഷ്മണ നമ്മുടെ ക്ലാസ് സാധനല്ലേ അടിപൊളി. Our truth, our history. യശിനെ കാണിച്ചു നോക്ക്. നമ്മള് കാത്തിരിക്കുന്ന യശിന് വേണ്ടിട്ടാണല്ലോ. അതെ, കഴിഞ്ഞോ? കഴിഞ്ഞു തോന്നുന്നു. ഇതാണ് 3 മിനിറ്റ് ഉണ്ട് പറഞ്ഞിട്ട്. 3 മിനിറ്റ് പോസ്റ്ററിലേക്ക് എത്തിക്കും. ലാസ്റ്റ് എങ്ങോട്ടേലും എത്തിച്ചാ മതിയല്ലോ. എന്തെങ്കിലും വരുമോ? ഇല്ല, എത്ര ഉള്ളൂ. ദീപാവലി 2026, രണ്ടാം പാർട്ട് 2027. 2026 ദീപാവലി എന്ന് പറയുമ്പോ സെപ്റ്റംബർ ഒക്ടോബറിലും കണ്ടല്ലേ ഇത്? നോക്ക്. അതെ, ലക്ഷ്മണനായിട്ട് അതില് നമ്മുടെ ആരായിരുന്നു വരുന്നതെന്നാണോ പറഞ്ഞിരുന്നത്? ഓർമ്മയില്ല അളിയാ, അതിൽ നോക്കിയാൽ കിട്ടൂല. അതാ പേര് വന്നോ? രവി ദുബെ. ആരാ? രവി ദുബെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷ്മണനായിട്ട്. പിന്നെ സണ്ണി ഡിയോള് ഹനുമാനായിട്ട്. യെസ്, അത് പറഞ്ഞായിരുന്നു. പിന്നെ ലാറാദത്ത് ഉണ്ടായിരുന്നില്ലേ? ലാറാദത്ത് ഉണ്ട്. അത് എവിടെ കാണിച്ചായിരുന്നല്ലോ? അതിൽ കാണിച്ചിട്ടില്ല ഇല്ലേ? ഡയറക്ടറിന്റെ പേര് നിതീഷ് തിവാരി. ഐമാക്സില് ഇല്ല. പിന്നെ ഇല്ല അല്ലേ? പിന്നല്ല. ഇത്രേ കാണിച്ചിട്ടുള്ളൂ. ലക്ഷ്മണൻ വരെ, അല്ല ഹനുമാൻ വരെ കാണിച്ചിട്ടുണ്ട്. അത് രാമനായിട്ട് നമ്മുടെ രൺബീർ കപൂർ, രാവണനായിട്ട് യശ്, സീതയായിട്ട് സായി പല്ലവി, പിന്നെ ഹനുമാനായിട്ട് സണ്ണി ഡിയോള്, പിന്നെ ലക്ഷ്മണനായിട്ട് രവി ദുബെ. എന്താണെങ്കിലും 3 മിനിറ്റിന്റെ സാധനം
ചെയ്തു വെച്ചിരിക്കുന്നത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത്, അതായത് ആദിപുരുഷില്. സത്യം. അത് അവിടെ നഷ്ടപ്പെട്ടു. അത് ഇങ്ങനെ രാവണന്റെ തലയെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, കൊട്ടയിൽ മറ്റേ എന്താണ് അഞ്ചനങ്ങനെ പാമ്പൊക്കെ വരുന്നോലെ മേലെ കൂടെ കയറിയത്, ട്രക്കില് ട്രക്ക് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെക്കൂലെ മുകളിലേക്ക്, അതുപോലെയൊക്കെയായിരുന്നു തല. ഇതല്ലേ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ 10 തല എന്ന് പറഞ്ഞാൽ 10 തലയുള്ളവൻ എന്നുള്ളതാണ്. ആ അർത്ഥത്തിലാണ് 10 തല ഇങ്ങനെ അടുപ്പിച്ച് വെക്കലല്ല, 10 തലയിലെ ബുദ്ധി അതാണ് അതെ, അതാണ് അവിടെ ഉള്ളത്. അതെ, അല്ലാണ്ട് 10 തല ഒരുമിച്ച് വെച്ചിട്ട് ഓരോ തല ഓരോ വഴിക്കാ പോണത്. കേറി ഇങ്ങനെ എന്നൊക്കെ പറയും. എന്താണത്, ആ ലുക്കേ മോശമായിരുന്നു. അമ്പോ, അത് ചെയ്തു വെച്ചിരിക്കുന്ന രീതിയെ മോശമായിരുന്നു. ഇതിപ്പോ ചെയ്തു വെച്ചിരിക്കുന്നതിന്റെ ക്വാളിറ്റി ആ ലാസ്റ്റ് 2 സെക്കൻഡ് കണ്ടല്ലോ. ഇതിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ടൈറ്റിലിങ്ങിലൊക്കെ വന്നപ്പോഴത്തേക്കും എന്തൊരു ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതും പോട്ടെ, അതും കഴിഞ്ഞ് രാവണനെയും കാണിക്കുന്ന സാധനം എന്ത് രസം. അത് എന്തത്, അത് യശിന്റെ ഒരു നോട്ടോ. അതില് 10 തലയൊന്നും ഇല്ല ആൾക്ക്, ഇല്ലണ്ടോ? അതാ പറഞ്ഞത്, ബുദ്ധിയുള്ളവരെ എടുക്കുമ്പോ ഇങ്ങനെയാവും. അതെ, ഓമിനെ പോലെ ഉള്ളവരെ എടുക്കുമ്പോ അപ്പുറത്തെ 10 തലയും 15 തലയൊക്കെ വരും. ഇതെന്തായാലും നിതീഷ് തിവാരിനെ കം ടു മൈ റൂം എന്ന് പറയേണ്ട കാര്യം ഒരാവശ്യം വരില്ല. ഇത് ചെയ്തു വെച്ചിരിക്കുന്നതിന്റെ ക്വാളിറ്റി, ഈ ഒരു സാധനത്തിൽ തന്നെ ഇത്ര ക്വാളിറ്റി ഉണ്ടെങ്കിൽ വരാനിരിക്കുന്നത് ഗംഭീരം തന്നെയാണെന്ന് വിശ്വസിക്കാൻ പറ്റും. കണ്ടോ, നോക്ക് ഈ രൺബീർ കപൂർ ചെയ്തപ്പോ എന്തൊരു രസം അത്. പോലീസാണോ, സായി പല്ലവിനെ കാണിച്ചില്ല അല്ലേ? അതാണ് എനിക്ക് ഭയങ്കര ഉള്ളിന്റെ ഉള്ളിലൊരു വിഷമം. എവിടെ പോയി നമ്മുടെ സീത എന്നാണ് ചിന്തിച്ചത്. സീതനെ നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല, കാരണം അവർ തമ്മിൽ മത്സരിച്ചിട്ട് അതിന് തീരുമാനം ഉണ്ടാക്കണം. പക്ഷെ അതിന് മുന്നേ സീതനെ രാമനെ ഒക്കെ കാണാൻ പറ്റും. അവരുടെ കല്യാണവും വനവാസത്തിൽ രണ്ടുപേരും കാണിച്ചിട്ടുള്ളത്. സീതക്ക് പ്രാധാന്യമില്ലാന്ന്. രാമായണം ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ സീതക്ക് പ്രാധാന്യം ഉണ്ടായിരിക്കണം. സീത വേറെ ആരെങ്കിലും ആണെങ്കിൽ സീതക്ക് പ്രാധാന്യം കുറഞ്ഞു. സായി പല്ലവി ആയതുകൊണ്ട് പ്രാധാന്യം ഉണ്ടാവണമെന്ന്. അതില്ലെങ്കിൽ ഉണ്ടല്ലോ കത്തിക്കും, കടപ്പുറം കിടക്കുമെന്ന് പറഞ്ഞില്ലേ. അത് കണ്ടില്ലടാ, രാമ vs രാവണ. അതാണ് ഞങ്ങളിവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. രാമനും രാവണനും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നതിന് കാരണം ആരാ? അത് സീതയാണ്. തട്ടിക്കൊണ്ടുവന്ന് അതും കൂടി ചെയ്യണം. ഞങ്ങള് പറയും ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ ഉണ്ട് എന്നൊക്കെ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിലേ അവിടെ കരയുന്നുണ്ട്. പട്ടം അങ്ങോട്ട് പൊട്ടും, പട്ടം അങ്ങോട്ട് പൊട്ടും. ഓക്കെ, എന്തായാലും ഗംഭീരമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ച ലെവലല്ല, വേറൊരു പരിപാടിയാണ്. പിന്നെ നമുക്ക് നല്ല ഒരു കോൺഫിഡൻസ് കിട്ടി. സത്യം, ആദിപുരുഷൻ പോലെ വൃത്തികേടാക്കി വെക്കൂല. ഇതിന്റെ അനിമേഷൻസ് ഒക്കെ തന്നെ എന്ത് രസമാണ് കാണാൻ. അതായത് നമുക്കൊരു പ്രത്യേക ഒരു ഇത് തരുന്നുണ്ട് കാണുമ്പോ തന്നെ. എന്താണെങ്കിലും ഗംഭീരമാവട്ടെ. ഇനിയുണ്ടല്ലോ ഒരു കൊല്ലം. അതെ, 2026 ദീപാവലിക്ക് പാർട്ട് 1 വരും, പാർട്ട് 2 2027 ദീപാവലിക്ക് തന്നെ അല്ലേ? അതും ദീപാവലിക്ക് തന്നെ, ഓരോ വർഷം ഗ്യാപ്പാ. അപ്പൊ ആലോചിച്ച് നോക്ക്, വളരെ സിമ്പിളായിട്ട് എത്ര പെട്ടെന്ന് പരിപാടി തീർക്കും എന്നുള്ളത്. അതും ശരിയാണ്. ഇത് വേറൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ പറഞ്ഞെങ്കിലും ഈ രാവണന്റെ സംഭവമല്ലേ, രാവണൻ ഇതില് കാമിയോ ആണെന്നുള്ള രീതിയിൽ റൂമർ വന്നിട്ടുണ്ടായിരുന്നു. അതെ. പിന്നെ അത് കഴിഞ്ഞ് അതിന്റെ പാർട്ട് 2 അതായത് സപ്പോർട്ടിംഗ് റോള് പോലെ, അതായത് എക്സ്റ്റൻഡഡ് കാമിയോന്റെ മുകളിലേക്ക് വരും. അതെങ്ങനെ നടക്കും? നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. രാമ vs രാവണ പക്കയായിട്ട് വേണം. അത് മാത്രല്ല, രാവണനാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. പിന്നെ പ്രൊഡ്യൂസർ തീരുമാനിക്കും ഞാനിവിടെ എത്ര നേരം വേണം വേണ്ടാന്നുള്ളത്. വേണമെങ്കിൽ രാമൻ പോയിക്കോട്ടെ, പക്ഷെ ഞാനിവിടെ ഉണ്ടാവുന്നത്. സീത ആരെ പ്രേമിക്കുന്നവരെ രാവണൻ തീരുമാനിക്കും അല്ലേ? എന്താണെങ്കിലും ഗംഭീര സിനിമയാവട്ടെ. എന്തായാലും ഞങ്ങൾ പോവാണ്. വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. പ്രത്യേക ഒരു മൂഡും അതെ, ഒരു ഭയങ്കര ഒരു ഇതിലാ പോണത്. ടൈറ്റിലിംഗ് ഒക്കെ ഭീകരം.